വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി മീൻകറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കാതെ കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന മീൻകറിയാണിത്. ഇത് എന്റെ എൻഗേജ്മെന്റിന്റെ തലേന്ന് വെറും ചോറുകാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടുപഠിച്ചതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഏകദേശം 1/2 കിലോ മീൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് വെക്കാം. ഇങ്ങനെ പുരട്ടി വെക്കുന്ന മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ചേർത്താൽ ഉപ്പും പുളിയും വേഗം പിടിക്കാൻ ഇത് സഹായിക്കും. ഈ ഉപ്പ് കണക്കാക്കിയിട്ട് വേണം ഗ്രേവിയിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കാൻ. മീൻ കറി ഉണ്ടാക്കുന്നതിന് 10 മിനിറ്റിന് മുമ്പ് ഇങ്ങനെ നമ്മൾ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുന്നത് വളരെ നന്നായിരിക്കും. കാശ്മീരി മുളകുപൊടി അല്ലെങ്കിൽ പിരിയൻ മുളകുപൊടി ആഡ് ചെയ്യുന്നതുകൊണ്ട് മീൻ കഷ്ണങ്ങൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കഷ്ണം ഇഞ്ചി, 10-12 ചുവന്നുള്ളി, വലിയ പച്ചമുളക് ആണെങ്കിൽ ഒരു 3 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണം. നമ്മൾ ഇതിലേക്ക് കുടംപുളിയാണ് ആഡ് ചെയ്യുന്നത്. 2 കഷ്ണം കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നീട് നമുക്ക് ആവശ്യമായ കറിവേപ്പില എത്ര നമ്മൾ മീൻകറിയിൽ ഇട്ടാലും വളരെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വെളിച്ചെണ്ണയാണ് നമ്മൾ മീൻകറിക്ക് ആഡ് ചെയ്യുന്നത്. ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചൂടുവെള്ളത്തിലാണ് നമ്മൾ കുടംപുളി കുതിരാനിടുന്നത്. നമ്മൾ കുതിർത്തിയ കുടംപുളിയാണ് കറിയിലേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്കിനി ഉള്ളി അരിഞ്ഞ് ചതച്ചെടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കാം. ഇപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി നമ്മൾ ചതച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം. ചൂടുവെള്ളത്തിലേക്ക് 2 കഷ്ണം കുടംപുളി എടുത്ത് വെച്ചിരുന്നത് കുതിരാനിടുകയാണ്. ഇത് നമ്മൾ എത്ര നേരത്തെ ചെയ്യുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ ചുവന്നുള്ളി ചതച്ചു വെച്ചു, പച്ചമുളക് നടുവേ കീറി വെച്ചു, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചു വെച്ചു. നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നതേ ഇല്ല. നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയാണെങ്കിലും കാശ്മീരി മുളക് പൊടിയാണ്. അത് 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇത് പേസ്റ്റ് രൂപത്തിലാക്കാം. ഇത് നമ്മൾ ഏകദേശം കുറുകിയ പരുവത്തിൽ മാറ്റിവെക്കാം. നന്നായി ഒന്ന് കുതിർന്നോട്ടെ. ഇനി അടുപ്പത്ത് ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇത് നമ്മുടെ മീൻകറി അടിക്ക് പിടിക്കാതിരിക്കാൻ സഹായിക്കും. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. 1 നുള്ള് ഉലുവയും ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇങ്ങനെ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീൻകറിക്ക് നല്ല മണമായിരിക്കും. അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യാം. ഈ പച്ചമുളകിന്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ ബാക്കി ചതച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഈ വഴറ്റുന്ന സമയം ഉള്ളിൽ ഉപ്പൊന്നും ചേർക്കരുത്, അല്ലാതെ തന്നെ ഇത് വാടി വന്നോളൂ. ഇപ്പൊ നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുതിരാൻ വെച്ചിരിക്കുന്ന അരപ്പൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ അരപ്പ് ആഡ് ചെയ്ത് ബൗളിലുണ്ടായിരുന്ന ബാക്കി അരപ്പിനോടൊപ്പം അല്പം വെള്ളം കൂടെ ചേർത്താണ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ ഉള്ള മിക്സ്ചറാണിത്. ഇനി ഇതിന്റെ വെള്ളമൊക്കെ വലിഞ്ഞ് എണ്ണ തെളിയുന്നിടം വരെ ഈ അരപ്പ് മസാല നന്നായിട്ട് വേകണം. ഇനി മസാല എണ്ണയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു. കുതിരാൻ വെച്ചിരിക്കുന്ന കുടംപുളി അതിലേക്ക് ഞെരടി ഒന്ന് ആഡ് ചെയ്യാണ്. കുടംപുളി സഹിതം വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. കുടംപുളി കറി വെന്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ കറിയോടൊപ്പം തന്നെ അത് വെന്തോട്ടെ. അല്പം ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഞാൻ ഗ്രേവി ലൂസാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തു. ഇതിൽ കൂടുതൽ ആഡ് ചെയ്യില്ല. നമ്മൾ മീനിൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രേവി തിളച്ച് വന്നപ്പം ഞാൻ മീനെല്ലാം പെറുക്കിയിട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. ഇനി ഈ 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് വട്ടം ചുറ്റിച്ചു കൊടുക്കുക. സ്പൂൺ ഇട്ട് ഇളക്കരുത്, മീൻ ഉടഞ്ഞു പോകും. ഇനി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. അല്പം കഴിഞ്ഞാൽ തുറന്നു നോക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞാൽ സുന്ദര മീൻകറി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് ഞാൻ മൂടി വെച്ചു. ഇപ്പൊ അടിപൊളി മീൻകറി തയ്യാറായിട്ടുണ്ട്. ഈ മീൻകറി ഇരിക്കെ കുറുകെ വരും. മല്ലിപ്പൊടി ചേർക്കാത്ത ഈ മീൻകറി തലേന്നുണ്ടാക്കി പിറ്റേന്നാണ് സാധാരണ ഉപയോഗിക്കാറ്. പക്ഷെ നമുക്കത് അന്നേരം തന്നെ ഉപയോഗിക്കാം. അതിൽ ഉപ്പ് പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.